ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ സമ്മാനം സമ്മാനം ഓണസമ്മാനം ഓടിവായോ ഓടിവായോ സമ്മാനം സമ്മാനം. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ധനവകുപ്പ് പുറത്തിറക്കി. ഈ മാസം 11-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുൻപ് പണം നൽകാൻ പോകുന്നത്. 60 ലക്ഷത്തോളം ആളുകൾക്ക് 3200 രൂപ വീതം ഓണത്തിന് മുൻപ് വീട്ടിലെത്തിക്കും. 1700 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപ ഓണം ബോണസ് നൽകും. അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഓണസമ്മാനം, ജീവനക്കാർക്ക് 4000 രൂപ ബോണസ്, 2750 രൂപ ഉത്സവ ഭത്ത എന്നിവയെല്ലാം ചേർന്നാണ് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തുക. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനമായിട്ട് 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനുവേണ്ടി 1700 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുക. നിലവിൽ വിതരണം തുടരുന്ന 1 ഗഡുവിന് പുറമെയാണ് 2 ഗഡു കൂടി അനുവദിച്ചിരിക്കുന്നത്. ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും. 26,62,000 പേരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഈ തുക എത്തുക. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. അനുവദിച്ച 2 ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയായിരിക്കും. പണഞ്ഞെരുക്കം കാരണമുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം ഓർക്കുക. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് 1 ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് നടപ്പായതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളമാണ്. ഇതിനാവശ്യമായ പണത്തിൻ്റെ 98% സംസ്ഥാനം തന്നെയാണ് കണ്ടെത്തുന്നത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപയാണ് ബോണസ് ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2750 രൂപയും നൽകുമെന്നും ധനകാര്യമന്ത്രി അറിയിച്ചു. ഒപ്പം സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്തയുണ്ട്. അത് 1000 രൂപയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയായിരിക്കും. സ്വർണ്ണത്തിളക്കമുള്ള ആഘോഷ പരിപാടികളുമായി തൃപ്പൂണിത്തുറ അത്തച്ചമയം ആഘോഷം നടന്ന ദിവസമാണ് ഇന്ന്. അതിനു മുൻപ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.